കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിലനിൽക്കുന്ന വൈദ്യുതി ബിൽ സമ്പ്രദായത്തിന് മുകളിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായിട്ടും പോസ്റ്റുകളായിട്ടും പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇടയിൽ പലതരത്തിലുള്ള ആശങ്കകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയും ഷൊർണൂർ ആസ്ഥാനമായിട്ടുള്ള ഇൻസിഡസും ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേദിയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദ്വൈമാസ ബില്ലിംഗ് ചെയ്യുന്നത് വഴി KSEB അധിക ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പല ആളുകൾക്ക് സംശയം ചോദിക്കുന്നുണ്ട്, പ്രതിമാസം എന്തുകൊണ്ട് ബില്ല് ചെയ്തുകൂടാ? ഹലോ വൺ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചൊള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. KSEBയുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് താരിഫ് ഹൈക്കിന് വേണ്ടിയുള്ള കംപ്ലയിന്റ് KSEB റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പബ്ലിക് ഹിയറിംഗ് ഒക്കെ നമ്മളെല്ലാവരും പല സ്ഥലത്തും അത് ചർച്ചയാണ്. പല സ്ഥലത്തും അതിനെക്കുറിച്ച് വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചർച്ചയായിരുന്നു, അതിപ്പോഴും തുടരുന്നുണ്ട്. KSEB ബില്ല് ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായിട്ടും പോസ്റ്റുകളുമായിട്ടൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ KSEBയുടെ ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യാജ വാർത്തകളാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു ഘടകവും ഇൻസിഡ് എന്ന് പറയുന്നത്, എനിക്കത് ഏതാണെന്ന് മനസ്സിലായില്ല, ഇൻസിഡ് എന്നാണ് ഞാൻ കേട്ടത്, അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അവർ ചേർന്ന് നിർമ്മിച്ച ഒരു വീഡിയോ ആണിത്. KSEB ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ KSEBയിലെ ബില്ലിങ്ങിലെ പല ചാർജസിനെ കുറിച്ചൊക്കെ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇവർ മറുപടി പറയുന്നുണ്ട്. പലതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചില ആക്ടുകളൊക്കെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് അതിനകത്തൊരു മറുപടി പറയാൻ നിലവിൽ സാധ്യമല്ല. തീർച്ചയായിട്ടും അതെന്തായാലും പഠിക്കാൻ ശ്രമിക്കും. അതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യും. നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തെറ്റായ ഇൻഫർമേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ എടുക്കുന്നൊരു വിഷയം KSEBയുടെ ദ്വൈമാസ ബില്ലിംഗ് സിസ്റ്റം, 2 മാസം കൂടുമ്പോൾ ബില്ലടിക്കുന്ന സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിമർശനങ്ങൾ, അതിന് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ മറുപടി, ആ മറുപടിയാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ വിഷയം മാത്രമാണ് എടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ച ശേഷം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ദ്വൈമാസ ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കാം. ഇനി മറ്റൊരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ, ദ്വൈമാസ ബില്ലിംഗ് ചെയ്യുന്നത് വഴി KSEB അധിക ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്ക് സംശയം ചോദിക്കുന്നുണ്ട്, പ്രതിമാസം എന്തുകൊണ്ട് ബില്ല് ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ താഴത്തെ സ്ലാബ് കണക്കാക്കിയിട്ട് ബില്ല് ചെയ്തുകൂടെ? ഇതൊരു എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ദ്വൈമാസം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ 200 യൂണിറ്റിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് 6 രൂപയാണെന്ന് വിചാരിക്കാം. 100 യൂണിറ്റിൻ്റെ സ്ലാബ് 5 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിമാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ 100 × 5 500 രൂപ, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിമാസ ബില്ല്. അതേ സമയത്ത് 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബില്ല് എങ്ങനെയായിരിക്കണം? 200 × 6 എന്നാണ് ആക്ഷേപം. ശരിയല്ലേ? അതായത് 2 മാസം കൂടുമ്പം ബില്ല് ചെയ്യുന്ന വഴി അയാളുടെ ഉപയോഗം 200 ആയി മാറും. 6 രൂപ വെച്ച് അയാളെ ബില്ല് ചെയ്യും. അതാണ് ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ 200 × 6 1200 രൂപ അദ്ദേഹത്തിന് എടുത്തു നിന്നും KSEB അതായത് 500 1000 മേടിക്കുന്നതിന് പകരം KSEB 1200 മേടിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 500 രൂപ പ്രതിമാസം വാങ്ങിക്കായിരുന്നെങ്കിൽ 500 + 500 1000 രൂപ മാത്രമേ അദ്ദേഹം അടയ്ക്കേണ്ടതുള്ളൂ. അതിന് പകരം KSEB 1200 രൂപ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പല രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ KSEB ബില്ല് കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചുള്ള നിരക്ക് പ്രതിമാസ നിരക്കാണ്. അപ്പോൾ 200 യൂണിറ്റ് ദ്വൈമാസം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി അടയ്ക്കേണ്ടുന്ന ബില്ല് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 × 2, അതായത് പ്രതിമാസം അയാൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് 100 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റിന് ഏത് സ്ലാബിൽ വരും? അത് എത്രയാണ് ബില്ല് കണക്കാക്കുന്നത്? ഈ പറഞ്ഞതിൽ 5 രൂപയാണെങ്കിൽ 500 രൂപ. അതെ, ഇപ്പൊ 100 × 5 500 രൂപ അദ്ദേഹം പ്രതിമാസം അടയ്ക്കേണ്ടത് നിരക്കാണല്ലോ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 500 + 500 ഈ 1000 രൂപയാണ് അദ്ദേഹം അടയ്ക്കേണ്ടിയിരിക്കുന്ന തുക. ഇങ്ങനെ തന്നെയാണ് KSEB എല്ലാ ബില്ലും കണക്ക് കൂട്ടപ്പെടുന്നത്. പക്ഷേ
ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രതിമാസം ബില്ല് അടയ്ക്കുന്ന ദ്വൈമാസത്തിലാണ് റീഡിംഗ് എടുക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ 1 രൂപ പോലും കൂടുതൽ അടയ്ക്കുന്നില്ല. അതാണ് സത്യം. ഇതാണ് KSEB നൽകിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ. വളരെ സ്ട്രെയിറ്റ് ആയ ഒരു കാൽക്കുലേഷൻ ആണ്. കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും എളുപ്പമാണ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഈ കാൽക്കുലേഷനിൽ ഒരു അശാസ്ത്രീയതയുണ്ട്. എല്ലാ മാസവും ഒരേപോലെ അല്ല ബില്ലിംഗ് റീഡിംഗ് അല്ലേ. ചില മാസം കയറിയിരിക്കും, ചില മാസം കുറഞ്ഞു വരും. ഇവർ പറഞ്ഞനുസരിച്ചിട്ട് നമ്മൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഉപയോഗിച്ചതനുസരിച്ചുള്ള വൈദ്യുതിയുടെ ബില്ല് ഒക്ടോബറിൽ എങ്ങനെയായിരിക്കും KSEB കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ സെപ്റ്റംബറാണ്. അടുത്ത മാസം ഇവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഞാനിവിടെ 260 യൂണിറ്റ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ട് 101 മുതൽ 200 വരെ 5 രൂപ, 201 മുതൽ 300 വരെ 6 രൂപ. പറയാതെ പോയൊരു കാര്യം, 100 വരെ എത്ര രൂപ? 0 മുതൽ 100 വരെ ഒരു ഓർഡർ അനുസരിച്ച് ഞാനിപ്പോൾ 4 രൂപ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് സാങ്കല്പികമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 260 യൂണിറ്റ് ഓഗസ്റ്റും സെപ്റ്റംബറിലുമായിട്ട് ഞാൻ ഉപയോഗിച്ചു. ഇനി KSEB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. 260 ഹരിക്കണം 2, 130. ഇതേ ചാർജ് തന്നെയാണ് നമ്മൾ സെപ്റ്റംബറിൽ ഉപയോഗമായിട്ട് KSEB കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 130 തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 100 മുതൽ 200 വരെയുള്ള വൈദ്യുതി ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റിന് 5 രൂപ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ 130 ഗുണിക്കണം 5 എത്രയാണ് നമ്മൾ കണ്ടെത്തണം. ഞാൻ ഓൾറെഡി കാൽക്കുലേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി ഞാനത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാം. 130 ഗുണിക്കണം 5, 650 രൂപ. KSEB അത് ചെയ്യുന്നത് 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 650 ഗുണിക്കണം 2, 1300 രൂപയാണ് KSEB നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് വാങ്ങിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഫെയർ അല്ലേ? കാരണം 260 അതിൻ്റെ പകുതി എടുത്തു, ഈ മാസം അതിൻ്റെ ആവറേജ് എടുത്തു, ആവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ബില്ലടിച്ചു. ശരി, ഞാനൊരു സെനാരിയോ പറയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ 90 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. അതേസമയം സെപ്റ്റംബർ മാസത്തിൽ കുറച്ച് കല്യാണം അങ്ങനെ എന്തൊക്കെ വന്നു, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് എക്സ്ട്രാ വൈദ്യുതി ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നു, കൂടുതൽ നേരം AC ഉപയോഗിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൂടുതൽ നേരം ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം വന്നതുകൊണ്ട് എനിക്ക് ആ മാസം വന്ന ഉപയോഗം 170 യൂണിറ്റ് ആണ്. ഇത് കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തരം 260 തന്നെയാണ്. 260 യൂണിറ്റ് ആണേ. ശരി, ഇനി ഞാനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എൻ്റെ ഉപയോഗം ഓഗസ്റ്റ് മാസത്തിൽ 100 യൂണിറ്റിന് താഴെയാണ്. അങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 90 ഗുണിക്കണം 4, അതാണ് എൻ്റെ ഓഗസ്റ്റ് മാസത്തെ ഉപയോഗം. 90 ഗുണിക്കണം 4. സെപ്റ്റംബർ മാസത്തെ ബില്ല് വരേണ്ടത് 170 ഗുണിക്കണം, ഞാൻ അടുത്ത സ്ലാബിലേക്ക് പോയി 5 850 രൂപയാണ്. എൻ്റെ ബില്ല് 1210 രൂപയെ വരാൻ പാടുള്ളൂ. പക്ഷേ KSEBയുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഞാൻ അടച്ചിരിക്കുന്ന തുക 1300 രൂപയാണ്. എത്ര രൂപയുടെ വ്യത്യാസം വന്നു? 1300 കുറക്കണം 1210, 90 രൂപ KSEB എന്നെ എക്സസ് ബില്ല് ചെയ്തു. ഇതാണ് ഈ ബില്ലിലെ അശാസ്ത്രീയത എന്ന് പറയുന്നത്. അല്ലാതെ 100 200 യൂണിറ്റ് എനിക്ക് ബില്ല് ചെയ്തെന്ന് പറയുന്നതല്ല. ഇതിനെക്കുറിച്ച് എന്താണ് KSEBയുടെ ഫാക്ട് ചെക്കിംഗ് ടീമിന് പറയാനുള്ളത്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ലാബൊക്കെ വെച്ച് ഇത് പരിശോധിച്ച് നോക്കാം. KSEBയുടെ പരിഷ്കരിച്ച സ്ലാബാണ് ഈ കാണുന്നത്. റിവൈസ്ഡ് വിത്ത് ദി എഫക്ട് ഫ്രം 1/11/2021 2024 വരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബില്ലിംഗ് ആണിത്. ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് അറിയാലോ അല്ലേ? 250 യൂണിറ്റ് വരെയുള്ള ഉപയോഗം ടെലിസ്കോപ്പിക് സംവിധാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരു സ്ലാബാണ്. 50 യൂണിറ്റ് വരെ, 51 തുടങ്ങി 100 വരെ, 101 മുതൽ 150 വരെ, അങ്ങനെയൊക്കെ ഒരു സ്ലാബാണ്. അതേസമയം ഈ 250 യൂണിറ്റിന് മുകളിലാണ് നമ്മൾ ഉപയോഗമെങ്കിൽ നോൺ ടെലിസ്കോപ്പിക് കൺസപ്ഷനായിട്ടാണ് അത് കാണുന്നത്. നോൺ ടെലിസ്കോപ്പിക് ടാരിഫാണ് അവിടെ ഉപയോഗിക്കുന്നത്. 300, 350, 400 അതനുസരിച്ചിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾക്ക് ഈ നോൺ ടെലിസ്കോപ്പിക് സംവിധാനത്തിലെ ബില്ലിംഗ് എടുത്ത് നോക്കാം. ഈ നോൺ ടെലിസ്കോപ്പ് താരിഫിലെ അവസാനത്തെ 2 തോതുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 0 to 400. അത് 7 രൂപ 90 പൈസയാണ്. 0 to 500 അത് 7 രൂപ
ക്ഷമിക്കണം, ഇത് 7 രൂപ 90 പൈസയാണ്, മറ്റേത് 7 രൂപ 60 പൈസയാണ്. ഇനി 500 മുകളിൽ 8 രൂപ 80 പൈസയാണ്. എബവ് 500. ഇതാണ് KSEB കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിനി ബാക്കിയുള്ള എല്ലാ കാൽക്കുലേഷൻസും ഒന്ന് റീവർക്ക് ചെയ്യാണ്. ഇല്ല, നമുക്ക് ഒന്നുകൊണ്ടെന്തായാലും ഇവിടേക്ക് എന്തായാലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വരാം, അതൊരു വിഷയമാക്കണ്ട. ഓക്കെ, ഞാനൊരു മാസം ഒരു 400, 500, 550 ആ റേഞ്ചിലൊക്കെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എൻ്റെ ഒക്ടോബറിലെ ബില്ല് ചിലപ്പോൾ വരാൻ പോകുന്നത് ഒരു 1100 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. KSEBയുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് എടുക്കാൻ പോകുന്നത് 1100 ഹരിക്കണം 2 550. അത് തന്നെ സെപ്റ്റംബറിലെ ബില്ലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഞാൻ അടക്കേണ്ടുന്ന തുക 550 ഗുണിക്കണം 500 മുകളിലാണ് ചാർജ് വന്നിരിക്കുന്നത് 8.8. ഇത് ഒരു മാസത്തെ ഉപയോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ബില്ലടിക്കേണ്ടത് 2 വെച്ച് ഗുണിക്കണം. 4840 ഗുണിക്കണം 2. ഇനി ഓഗസ്റ്റിൽ ഞാൻ ഉപയോഗിച്ചത് 350 യൂണിറ്റാണ്. അതേസമയം സെപ്റ്റംബറിൽ എനിക്ക് എക്സസ് യൂസേജ് ഉണ്ടായി, അതുകൊണ്ട് 750 യൂണിറ്റോളം എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. 350 പ്ലസ് 750 1100 രണ്ടും കണക്കാണ്. സത്യത്തിൽ സ്ലാബ് അനുസരിച്ചിട്ട് എനിക്ക് എത്രയാണ് അടക്കേണ്ട ബില്ലെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ഉപയോഗം 350 രൂപയാണ്. അപ്പോൾ 350 ഞാൻ അടക്കേണ്ടത് 0 to 400 തുകയാണ് അടക്കേണ്ടത്, 7.6. അതേസമയം സെപ്റ്റംബറിൽ ഞാൻ അടക്കേണ്ട തുക 750 എബവ് 500 ബില്ലാണ് അടക്കേണ്ടത്. മൊത്തം ഞാൻ അടക്കേണ്ടി വരുന്ന തുക 9260 രൂപയാണ്. ഇതിൻ്റെ വ്യത്യാസം മൈനസ് 420 രൂപ ഞാൻ KSEBക്ക് എക്സസ് ആയിട്ട് ബില്ലടക്കണം. എന്താണ് KSEBയുടെ ഓഫീസേഴ്സിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതാണ് സത്യത്തിൽ ഈ ദ്വൈമാസ ബില്ലിങ്ങിൻ്റെ അശാസ്ത്രീയത എന്ന് പറയുന്നത്. ഇനി ചില സാഹചര്യത്തിൽ ഒരു റിവേഴ്സ് എഫക്റ്റ് സംഭവിച്ച് KSEBക്ക് അടച്ച ബില്ലിൽ നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. ഈ പൈസ KSEBയോടെ എന്തെങ്കിലും കണ്ടെത്തോ? ഇല്ല. അത് റവന്യൂ ഗ്യാപ്പായിട്ട് കൂട്ടിയിട്ട് താരിഫ് ഹൈക്കിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കും. ഇതല്ലേ സംഭവിക്കുന്നത്? സർ, ഒരു ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ഫാക്ട് ചെക്കിംഗ് ആയിരിക്കണം. എന്നാലല്ലേ ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വിശ്വാസത്തിലെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ ഡ്യൂട്ടി ആക്ട് എന്നോ ഡ്യൂട്ടി ആക്ട് ഓഫ് 1973 എന്നോ 1963 എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആക്ട് പാവപ്പെട്ട ഞങ്ങൾ വായിച്ചിട്ടില്ല, സാധാരണക്കാരനായ ഞങ്ങൾ വായിച്ചിട്ടില്ല. ഡ്യൂട്ടി ആക്ട് എന്താണ്, ഫ്യൂവൽ ആക്ട് എന്താണ്, ഇതൊന്നും നമ്മൾക്കറിയില്ല. ആ ആക്ടൊക്കെ പഠിച്ചിട്ട് വേണം ഇനി നിങ്ങൾ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ. എന്തായാലും ഈ ഒരു വിഷയം മാത്രമാണ് ഇവിടെ നിങ്ങളോട് അവതരിപ്പിക്കാനുള്ളത്. ഈ ഫാക്ട് ചെക്കിംഗ് നടത്തിയ മഹാനും കൂടെ ഇരുന്നിട്ട് 1 രൂപ പോലും KSEB കൂടുതൽ വാങ്ങുന്നില്ല എന്ന് അവകാശവാദം ഉന്നയിച്ച മഹാനും ഈ കാൽക്കുലേഷൻ ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കണക്ക് കൂട്ടലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.